സ്റ്റേജ് 2 ചോദ്യപേപ്പർ അപഗ്രഥനത്തിലെ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസിന്റെ അപഗ്രഥനമാണ് നമ്മൾ നടത്തുന്നത്. ഇങ്ങനെയാണ് അതിനകത്ത് കിടക്കുന്നത്. ഈ ചോദ്യത്തിൽ കൂടെയുള്ള ആളുകൾ വേഗതയുണ്ട്, ദൂരമുണ്ട്, സ്ഥാനാന്തരമുണ്ട്. ഇവയുടെ ഒക്കെ നിർവചനം ഇതുപോലെ അടുത്ത ഘട്ടങ്ങളിൽ ചോദിക്കാം. ഹലോ, നമസ്കാരം. എൻട്രിയുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. സന്തോഷ് സേതുമാധവനാണ്. ഫിസിക്സ് ആണ്. 10th ലെവൽ പ്രിലിംസിന്റെ 2ാം സ്റ്റേജ് പരീക്ഷ എഴുതി കഴിഞ്ഞിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, 3ാം സ്റ്റേജ് എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന സ്റ്റേജ് 2 ചോദ്യപേപ്പർ അപഗ്രഥനത്തിലെ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസിന്റെ അപഗ്രഥനമാണ് നമ്മൾ നടത്തുന്നത്. ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൽ 5 എണ്ണം ഫിസിക്സിൻ്റെതായിട്ട് കണക്കാക്കാം. 6ാമതൊരു ക്വസ്റ്റ്യൻ കൂടെ വേണമെങ്കിൽ ഫിസിക്സിന്റെ ആണ് എന്ന് അവകാശപ്പെടാം, കെമിസ്ട്രിക്ക് കെമിസ്ട്രിയുടേതാണെന്ന് അവകാശപ്പെടാം. എങ്കിലും നമ്മൾ ആ ഒരു ഫിസിക്സിന്റെ സ്വന്തമായ 5 ക്വസ്റ്റ്യൻസ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുവാണ്. അടുത്ത ഘട്ടം പരീക്ഷ എഴുതാൻ പോകുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കുറച്ച് അനുബന്ധ വിവരങ്ങൾ കൂടി ഓരോ ചോദ്യങ്ങളുടെയും കൂടെ നമ്മൾ പറയുന്നുണ്ട്. പൊതുവേ ഉള്ള അഭിപ്രായത്തിൽ ഫിസിക്സിലെ 5 ചോദ്യങ്ങളും വളരെ ഡയറക്റ്റ് ആയിരുന്നു, വളരെ സിമ്പിൾ ആയിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. പരീക്ഷ എഴുതിയ ആളുകളുടെ അഭിപ്രായം കൂടിയാണ് നമ്മൾ പറയുന്നത്. ഡിസ്കസ് ചെയ്ത ഒരാൾ എന്നുള്ള രീതിയിൽ ഈ ചോദ്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് എൻട്രിയുടെ വിവിധ സെക്ഷനുകളിൽ ഡിസ്കസ് ചെയ്ത ആളെന്ന രീതിയിൽ ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ സിമ്പിളായി ഫിസിക്സിൽ നിന്ന് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് പരിശോധിക്കാം. ഓക്കെ, നോക്കൂ. ആദ്യത്തെ ചോദ്യം 76ാമത്തെ ഏക്കോട് ക്വസ്റ്റ്യൻ പേപ്പറിലെ 76ാമത്തെ ചോദ്യമായിട്ടാണ് വന്നത്. പ്രവേഗമാറ്റത്തിന്റെ നിരക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അതേപോലെ വെട്ടി ഒട്ടിച്ചിരിക്കുകയാണ്. ഒന്ന് ചെരിഞ്ഞു പോയിട്ടുണ്ടെന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വായിക്കണേ. പ്രവേഗമാറ്റത്തിന്റെ നിരക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഡെഫിനിഷൻ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. വേഗതയാണോ, ദൂരമാണോ, സ്ഥാനാന്തരമാണോ, ത്വരണമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചലനം എന്ന് പറയുന്ന ടോപ്പിക് വിശദമായിട്ട് പലതവണ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഓരോ ടേമുകളുടെയും നിർവചനം ആവർത്തിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം, പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം, ആക്സിലറേഷൻ, അല്ലെ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ടാവും. പ്രവേഗമാറ്റത്തിന്റെ നിരക്ക് ആണ് ആക്സിലറേഷൻ അഥവാ ത്വരണം എന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. പ്രവേഗമാറ്റം എന്ന് പറയുമ്പോൾ v-u, അതിന്റെ നിരക്ക് കാണുക എന്ന് പറഞ്ഞാൽ സമയം കൊണ്ട് ഹരിക്കുക. ഇതാണ് എന്തെന്ന് പറയുന്നത് എ അഥവാ ആക്സിലറേഷൻ അഥവാ ത്വരണം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരു തവണ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റുന്നതാണ്. എവിടെ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്? ചോദ്യം വന്നിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ ഫിസിക്സ് ഊർജതന്ത്രം പാഠപുസ്തകത്തിൽ നിന്നാണ്. ഈ ചോദ്യം വേറെ എവിടുന്നെങ്കിലും പുറത്തുനിന്ന് കൊണ്ടുവന്ന ചോദ്യമൊന്നുമില്ല. നമ്മളിത് ഈ സോഴ്സ് പറയാൻ കാര്യം എൻട്രിയുടെ ക്ലാസ്സുകളിൽ നമ്മൾ കൂടുതൽ അവലംബിക്കുന്നത് SCERT ടെക്സ്റ്റ് ബുക്കുകളാണ്. പ്രത്യേകിച്ച് 10th ലെവൽ എക്സാംസിനൊക്കെ നമ്മൾ 8, 9, 10 ക്ലാസ്സുകളിലെയൊക്കെ SCERT ടെക്സ്റ്റ് ബുക്കുകൾ വിശദമായിട്ട് പരിശോധിച്ചാണ് നമ്മൾ അതിന്റെ സെഷൻസ് എടുക്കുന്നത്. അപ്പൊ ഇതാ ചോദ്യം വന്നിരിക്കുന്നത് മുഴുവൻ ഈ 5 ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. SCERT ടെക്സ്റ്റ് ബുക്കിലെ ഈ ചോദ്യം ചലന സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇതാ അതിന്റെ ഒരു ഭാഗമാണ്. ചലന സമവാക്യങ്ങളിൽ പ്രവേഗമാറ്റത്തിന്റെ അളവ് അഥവാ പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് ആ പ്രവേഗമാറ്റം ബൈ സമയം എന്ന സമവാക്യം അഥവാ v-u/t എന്ന് പറയുന്ന സമവാക്യം ത്വരണത്തിന് കൃത്യമായി തന്നിരിക്കുന്നു. ഇങ്ങനെയാണ് അതിനകത്ത് കിടക്കുന്നത്. ഈ ചോദ്യത്തിൽ കൂടെയുള്ള ആളുകൾ വേഗതയുണ്ട്, ദൂരമുണ്ട്, സ്ഥാനാന്തരമുണ്ട്. ഇവയുടെ ഒക്കെ നിർവചനം ഇതുപോലെ അടുത്ത ഘട്ടങ്ങളിൽ ചോദിക്കാം. അപ്പൊ നമ്മൾ അതിനാണ് തയ്യാറാവേണ്ടത്. ഓക്കെ, അപ്പൊ ഒരു ചോദ്യം നമ്മൾ കണ്ടാൽ അടുത്ത ഘട്ടത്തിൽ എങ്ങനെയൊക്കെ ചോദ്യം വരാമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇനി എന്തൊക്കെ നമുക്ക് ചോദ്യങ്ങൾ ഇത് ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാമെന്ന് വളരെ പെട്ടെന്ന്, വിശദമായിട്ടല്ല, വളരെ പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ചലനവുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന പദങ്ങൾ, ദൂരം, സ്ഥാനാന്തരം തുടങ്ങിയ അടിസ്ഥാന പദങ്ങളിൽ നിന്ന് ചോദ്യം വരാം. ദൂരം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ആ സഞ്ചരിക്കുന്ന പാതയുടെ ആകെ നീളമാണ്, സഞ്ചരിച്ച പാതയുടെ ആകെ നീളമാണ് ദൂരം എന്ന് പറയുന്നത്. വളഞ്ഞും തിരിഞ്ഞും ഒക്കെ സഞ്ചരിക്കാം. ദൂരം എന്ന് പറയുന്നത് ഒരു അതിശ അളവാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളഞ്ഞും തിരിഞ്ഞും ഒക്കെ പോകുന്നത് കൊണ്ട് കൃത്യമായ ദിശ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിശ അളവായിട്ട് മാറുന്നത്. ദൂരത്തിന് സമാനമായിട്ട് നമ്മൾ പറയുന്ന വാക്കാണ് സ്ഥാനാന്തരം. എന്താണ്? തുടക്കവും ഒടുക്കവും തമ്മിലുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തുടക്കവും ഒടുക്കവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം അഥവാ നേർരേഖാ ദൂരം, അതാണ് സ്ഥാനാന്തരം.
അപ്പൊ നേർരേഖ എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിട്ടൊരു ദിശയുണ്ട്. എയിൽ നിന്ന് ബിയിലേക്ക് എന്ന് പറഞ്ഞ് കൃത്യമായിട്ടൊരു ദിശയുണ്ട്. അതുകൊണ്ട് അതൊരു സദിശ അളവാണ്. ദൂരവും സ്ഥാനാന്തരവും അളക്കുന്നത് മീറ്ററിലാണ്. അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണ്. ദിശ ചേർത്ത് പറഞ്ഞാൽ അത് സ്ഥാനാന്തരം, ദിശയില്ലാതെ പറഞ്ഞാൽ അത് ദൂരം. ഇങ്ങനെയാണ് നമ്മളത് പഠിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ സ്ഥാനാന്തരത്തിന്, വസ്തു ചലിക്കുമ്പോൾ സ്ഥാനാന്തരത്തിന് വേണമെങ്കിൽ 0 ആവാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? തുടങ്ങിയെടുത്ത് തിരിച്ചെത്തിയാൽ മതി അല്ലെ? ഒരു ചക്രത്തിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു വൃത്താകൃതിയിലുള്ള പാതയിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അതിന്റെ സ്ഥാനാന്തരം 0 ആവും. പക്ഷെ ദൂരം 0 ആവില്ല. അത് സഞ്ചരിച്ച ആ ദൂരം മുഴുവൻ നമ്മൾ അളക്കണം. അപ്പൊ ഇതാണ് ആദ്യത്തെ 2 പ്രധാനപ്പെട്ട പദം, ദൂരവും സ്ഥാനാന്തരവും. അതേപോലെ വരുന്ന ഒരു പെയറാണ്, ഒരു ജോഡിയാണ് വേഗതയും പ്രവേഗവും. സ്പീഡ് ആൻഡ് വെലോസിറ്റി. സ്പീഡ് ആൻഡ് വെലോസിറ്റി, വേഗതയും പ്രവേഗവും. വേഗത എന്ന് പറയുന്നത് തൊട്ടു മുമ്പ് നമ്മൾ ദൂരം പറഞ്ഞു. ദൂരം ബൈ സമയമാണ് വേഗത. പ്രവേഗം എന്ന് പറയുന്നത് ദൂരത്തിന്റെ കൂടെ നമ്മൾ സ്ഥാനാന്തരം പറഞ്ഞു. സ്ഥാനാന്തരം ബൈ സമയമാണ് പ്രവേഗം. ദൂരം ബൈ സമയം, അതേപോലെ സ്ഥാനാന്തരം ബൈ സമയം. എന്താണ്? എത്ര ദൂരം സഞ്ചരിച്ചു, എത്ര സമയം കൊണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വേഗത കിട്ടും. സ്ഥാനാന്തരത്തെ സമയം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ പ്രവേഗം കിട്ടും. ഇതാണ് ഇത് കാണാനുള്ള സമവാക്യം. നിശ്ചിത സമയത്ത് സഞ്ചരിച്ച ദൂരമാണ്, അഥവാ യൂണിറ്റ് സമയത്ത് സഞ്ചരിച്ച ദൂരമാണ് വേഗത. യൂണിറ്റ് സമയത്ത് സഞ്ചരിച്ച അല്ലെങ്കിൽ യൂണിറ്റ് സമയത്തിൽ സംഭവിച്ച സ്ഥാനാന്തരമാണ് പ്രവേഗം എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടെണ്ണത്തിന്റെ നിർവചനം നോക്കി വെക്കുക. വേഗത ദിശ ചേർത്ത് പറയേണ്ടതില്ല, എന്നാൽ പ്രവേഗത്തിന് ദിശയുണ്ട്. കാരണം പ്രവേഗം ഉണ്ടായത് സ്ഥാനാന്തരത്തിൽ നിന്നാണ്. സ്ഥാനാന്തരത്തിന് ദിശയുണ്ട്, അപ്പൊ പ്രവേഗത്തിനും ദിശയുണ്ട്. ഓക്കെ, അതേപോലെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോ ചോദ്യത്തിൽ വന്ന ത്വരണം, പ്രവേഗം കഴിഞ്ഞ് അടുത്തത് നമ്മൾ പഠിക്കുന്നത് ത്വരണമാണ്. പ്രവേഗമാറ്റം ബൈ സമയമാണ് ത്വരണം, അഥവാ പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ് സമയം, നിരക്കാണ് ത്വരണം. അതല്ലെങ്കിൽ നമുക്ക് പറഞ്ഞാൽ യൂണിറ്റ് സമയത്തിലുള്ള പ്രവേഗമാറ്റമാണ് ത്വരണം. പല രീതിയിൽ ഇതിന്റെ നിർവചനം വരാം. യൂണിറ്റ് സമയത്തിലെ പ്രവേഗമാറ്റം. എന്താണ് പ്രവേഗമാറ്റം ബൈ സമയം? അത്രയേ ഉള്ളൂ. v-u/t. ഇതാണ് ത്വരണത്തിന്റെ നിർവചനം. അപ്പൊ ഇവിടെ നോക്കെ ഇനിയും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി വളരെ പെട്ടെന്ന് ചില പ്രത്യേക രീതിയിലുള്ള ചലനങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പൊ താഴെ പറയുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഇത് ഏത് തരം ചലനമാണ് എന്ന് ചോദിക്കാം. അങ്ങനെ ചോദ്യങ്ങൾ മുമ്പ് വന്നിട്ടുണ്ട്. അപ്പൊ പലതരം ചലനങ്ങളുണ്ട്. ഓരോന്നായിട്ടൊന്ന് നോക്കുക. നേർരേഖാ ചലനം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഒരു നേർരേഖയിലൂടെ ചലിക്കുന്നു. സിമ്പിൾ അല്ലേ? വർത്തുള ചലനം എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്താകൃതിയിലൂടെയുള്ള പാതയിലൂടെ സഞ്ചരിക്കുന്നതാണ് വർത്തുള ചലനം. അപ്പൊ ഒരു ഉറുമ്പ് ഒരു ക്ലോക്കിന്റെ സൂചിയിൽ കയറിയിരിക്കുവാണ്. അപ്പൊ ക്ലോക്കിന്റെ സൂചി ഇങ്ങനെ കറങ്ങുമ്പോൾ ഉറുമ്പ് എന്താ ചെയ്യുന്നത്? ആ ക്ലോക്കിന്റെ സൂചിയുടെ കൂടെ കറങ്ങുന്നു. അപ്പൊ അത് ഏത് പാതയിലാണ്? വർത്തുള ചലനത്തിലാണ്. പിരിയോഡിക ചലനം മറ്റൊരു വാക്കാണ്. പിരിയോഡിക ചലനം ആവർത്തിച്ച് സംഭവിക്കുന്ന ചലനമാണ് പിരിയോഡിക ചലനം. നിശ്ചിത സമയത്തിൽ ആവർത്തിക്കുന്ന ചലനം. നിശ്ചിത സമയത്തിൽ ആവർത്തിക്കുക. ഊഞ്ഞാലാടുന്നു. ഊഞ്ഞാലാടുമ്പോൾ മുന്നോട്ട് പോകുന്നു, പുറകോട്ട് വരുന്നു. ഇത് വീണ്ടും 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 ആവർത്തിക്കുന്നു. പെൻഡുലത്തിന്റെ ചലനം, ഇതൊക്കെ പിരിയോഡിക ചലനമാണ്, ആവർത്തിക്കുന്ന ചലനം. ഇനി ഒരു സർക്കുലാർ മോഷൻ, ഒരു വൃത്താകൃതിയിലുള്ള ചലനവും ആവർത്തിക്കാം. ആദ്യം ഒരു വൃത്താകൃതിയിൽ ചലിച്ചു വന്നു, വീണ്ടും വൃത്താകൃതിയിൽ ചലിച്ചു വന്നു, വീണ്ടും വൃത്താകൃതിയിൽ ചലിച്ചു വന്നു. ഇതും എന്താണ്? പിരിയോഡിക ചലനമാണ്. ആവർത്തിക്കുന്ന എല്ലാ ചലനവും, തിരമാല വരുന്നു പോകുന്നു, തിരമാല വരുന്നു പോകുന്നു, സംഭവിക്കുന്നത് നിശ്ചിത സമയത്താണെങ്കിൽ പിരിയോഡിക ചലനമാണ്. ക്രമരഹിതമായ ചലനം എന്ന് പറഞ്ഞാൽ ഏത് ചലനവും ആവാം. കൃത്യമായ ക്രമമില്ലാത്ത ഏത് ചലനവും എന്താവാം? ക്രമരഹിത ചലനമാവാം. സ്ഥിരം PSC ചോദിക്കുന്ന ചില വാക്കുകളാണ്. ദോലനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദോലനം എന്ന് പറയുമ്പോൾ മനസ്സിൽ വെക്കേണ്ടത് എന്താണെന്നറിയോ? ഊഞ്ഞാലാടുന്നത് അല്ലെങ്കിൽ പെൻഡുലം ആടുന്നത്. ഇതാ ഇങ്ങനെ സിമ്പിൾ പെൻഡുലം അല്ലെങ്കിൽ ഊഞ്ഞാല്. ദോലനത്തിന്റെ പ്രത്യേകത, ദോലനം സംഭവിക്കുമ്പോൾ ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് മധ്യഭാഗത്ത് ഒരു കേന്ദ്രബിന്ദു ഉണ്ടാവും. ആ കേന്ദ്രബിന്ദുവിലൂടെ മുന്നോട്ടും പുറകോട്ടും, മുന്നോട്ടും പുറകോട്ടും. ശ്രദ്ധിച്ചിട്ടില്ലേ? ഊഞ്ഞാലിന്റെ ഒരു മീൻ പൊസിഷൻ, ഊഞ്ഞാൽ അനങ്ങാതിരിക്കുമ്പോൾ നിൽക്കുന്ന ആ പൊസിഷൻ ഉണ്ടല്ലോ, അതാണ് കേന്ദ്രം. ആ കേന്ദ്രത്തിൽ നിന്ന് മുന്നോട്ടും പുറകോട്ടുമുള്ള ചലനമാണ് ദോലനം എന്ന് പറയുന്നത്. ഇതൊരു ആവർത്തിക്കുന്ന ചലനമാണ്, പിരിയോഡിക ചലനമാണ് എന്ന് മാത്രമല്ല ഒരു ബിന്ദുവിലൂടെ മുന്നോട്ടും പുറകോട്ടുമുള്ള ചലനമാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ്, ഇംഗ്ലീഷിൽ പറയുക ഓസിലേഷൻ എന്നാണ്, ഓസിലേറ്റിംഗ് എന്നാണ് പറയുക. മലയാളത്തിൽ പറയുന്നതാണ് എന്ത്? ദോലനം.
ഈ ദോലനത്തിന്റെ തന്നെ കുറച്ച് കൂടിയ രൂപമുണ്ട്. കമ്പനം എന്ന് പറയും, വൈബ്രേഷൻ. അതായത് ഊഞ്ഞാൽ ഇങ്ങനെ ആടുന്നത് ആലോചിക്കുക. ഇത് കുറച്ചുകൂടെ സ്പീഡ് ആയാൽ എന്താ സംഭവിക്കുക? വിറയ്ക്കും. ഇതാണ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ദോലനത്തിന് ഇച്ചിരി വേഗത കൂടുക, യാന്ത്രിക ദോലനം എന്നൊക്കെ പറയും, വളരെ സ്പീഡിൽ നടക്കുന്നത്. അതിനാണ് എന്ത് പറയുന്നത്? അതിനാണ് കമ്പനം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിരിക്കുക. അതേപോലെ ഒരു തവണ പരീക്ഷയ്ക്ക് എല്ലാവരെയും കുഴക്കിയ ഒരു ചോദ്യമായിരുന്നു ഘൂർണനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്. ഘൂർണന ചലനത്തിന് ഉദാഹരണം ഏത് എന്നൊരു ചോദ്യം വന്നു ഒരു പരീക്ഷയ്ക്ക്. അപ്പൊ ഘൂർണനം എന്ന് കേട്ടപ്പോൾ വലിയ പ്രശ്നമായി. ഘൂർണനത്തിന്റെ ഇംഗ്ലീഷ് ഗൈരേഷൻ എന്നാണ്. ഇത് രണ്ടും ചിലപ്പോൾ പലരും കേട്ടിട്ടുണ്ടാവില്ല. ഘൂർണനവും ഗൈരേഷനും എന്താ സംഗതി? ഒരു കേന്ദ്ര ബിന്ദുവിനെ ചുറ്റി കറങ്ങുന്നതിനാണ് ഘൂർണനം എന്ന് പറയുന്നത്, അഥവാ ഗൈരേഷൻ എന്ന് പറയുന്നത്. ഈ കേന്ദ്ര ബിന്ദു ആ വസ്തുവിന് അകത്താവാം, വസ്തുവിന് പുറത്താവാം. അപ്പൊ രണ്ട് തരമുണ്ട്. ആ വസ്തുവിന് അകത്തുള്ള ഒരു ആക്സിസ് അല്ലെങ്കിൽ ഒരു ബിന്ദു, അതിനെ ചുറ്റിയാണ് കറങ്ങുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ഭ്രമണം എന്നാണ്. ഇവിടെ പറയുന്നുണ്ട് ഭ്രമണം. എന്താണ്? ഭൂമി ഭ്രമണം ചെയ്യുന്നത് സ്വന്തം അച്ചുതണ്ടിനെ ആധാരമാക്കിയാണെന്നാണ് പറയുന്നത്. അപ്പൊ സ്വന്തം അച്ചുതണ്ട് ഭൂമിക്ക് അകത്താണ്. അതൊരു സാങ്കല്പിക രേഖയാണ്, പക്ഷെ അത് എവിടെയാണ്? ഭൂമിക്ക് അകത്താണ്. അപ്പൊ സ്വന്തം ബോഡിക്ക് അകത്തുള്ള, ആ വസ്തുവിന് അകത്തുള്ള ഒരു ബിന്ദുവിനെ ആധാരമാക്കി നിന്ന് കറങ്ങുവാണ് പമ്പരം. പമ്പരം അങ്ങനെ കറങ്ങുന്നത് അല്ലെ? പമ്പരത്തിന് ഒരു അച്ചുതണ്ട് ഉണ്ട് അതിനുള്ളിലൂടെ, അതിനെ ചുറ്റിയാണ് അത് കറങ്ങുന്നത്. അപ്പൊ അതിന് പറയുന്ന പേര് ഭ്രമണം എന്നാണ്. അപ്പൊ പരിക്രമണം എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തുള്ള ഒരു ബിന്ദുവിന് ചുറ്റും കറങ്ങുക. പുറത്തുള്ള ഒരു ബിന്ദു, സൂര്യനെ ചുറ്റി ഭൂമി കറങ്ങുന്നു, സൂര്യനെ ചുറ്റി മറ്റ് ഗ്രഹങ്ങൾ കറങ്ങുന്നു. അതെന്താണ്? അത് പരിക്രമണമാണ്. അപ്പൊ ഈ ഭ്രമണവും പരിക്രമണവും ഘൂർണനമാണ്. അത് ശ്രദ്ധിക്കുക. ഘൂർണനം അഥവാ ഗൈരേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇനി ഒരു ചലനം കൂടെ, എന്താണ്? പ്രൊജക്ടൈൽ ചലനം. അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. പ്രൊജക്ടൈൽ ചലനം അങ്ങനെ തന്നെ വരിക, മലയാളത്തിലൊന്നും വരില്ല. നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു വായുവിലേക്ക് വിക്ഷേപിച്ചു. ആ വിക്ഷേപിച്ച വസ്തു ഭൂഗുരുത്വാകർഷണ ബലത്തിന് മാത്രം വിധേയമായിട്ട് ചെന്ന് വീഴുന്നു ഒരു സ്ഥലത്ത്. കയ്യിൽ നിന്ന് വിക്ഷേപിക്കുമ്പോൾ നമ്മൾ ഒരു ബലം കൊടുക്കുന്നുണ്ട്. വിക്ഷേപിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബലമില്ല, പിന്നെ ഗുരുത്വാകർഷണ ബലം മാത്രമേ അതിൽ ആക്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ദൂരെ ചെന്ന് വീഴുന്നു. ഇതിന് പറയുന്ന പേരാണ് പ്രൊജക്ടൈൽ ചലനം. ഗുരുത്വാകർഷണത്തിന്റെ ത്വരണത്തിന് മാത്രം വിധേയമായി വായുവിലേക്ക് എറിയുന്ന അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്യുന്ന വസ്തുവിന്റെ ചലനമാണ് പ്രൊജക്ടൈൽ ചലനം. ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ കല്ലെടുത്തെറിയുന്നത്, ജാവലിൻ എടുത്തെറിയുന്നത്, ഡിസ്ക് എടുത്തെറിയുന്നത്, അല്ലെ? നമ്മൾ ഷോർട്ട് പുട്ട് എടുത്ത് എറിയുന്നത്, ഇങ്ങനെ എന്തും എന്താണ്? നമ്മൾ വിക്ഷേപിക്കലാണ്. വിക്ഷേപിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിയന്ത്രണം പാടില്ല. അപ്പൊ വിമാനം പറന്നു പോകുന്നത് എന്തല്ല? പ്രൊജക്ടൈൽ ചലനമല്ല. കാരണം വിമാനം പറക്കുന്ന സമയത്ത് ഉടനീളം നിയന്ത്രണമുണ്ട്. ശരിയല്ലേ? റോക്കറ്റ് വിക്ഷേപണം എന്തിൽ വരില്ല? പ്രൊജക്ടൈൽ ചലനത്തിൽ വരില്ല. വിക്ഷേപണം എന്നൊക്കെ പറയുമെങ്കിലും അത് പ്രൊജക്ടൈൽ ചലനമല്ല. കാരണം റോക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്നുണ്ട്. ഒരു തവണ തൊടുത്തു വിട്ടാൽ പിന്നെ അതിനെ നിയന്ത്രിക്കാൻ പാടില്ല. അപ്പൊ അമ്പും വില്ലും എടുത്തിട്ട് അമ്പ് തൊടുത്തു വിട്ടു, അമ്പ് പോകുന്നത് പിന്നെ ഏത് ചലനമാണ്? പ്രൊജക്ടൈൽ ചലനമാണ്. പിന്നെ അതിന് മുകളിൽ നമുക്ക് നിയന്ത്രണമില്ല. അങ്ങനെ വേണം ചിന്തിക്കാൻ. അപ്പൊ ഏതാണ് പ്രൊജക്ടൈൽ ചലനം, ഏതാണ് അല്ലാത്തത് എന്ന് മനസ്സിലാക്കണം. ഇനി ഒരു കാര്യം കൂടെ അവിടെ നിന്ന് ചോദ്യം പ്രതീക്ഷിക്കാം. ഒരു പ്രൊജക്ടൈൽ ചലനത്തിൽ വസ്തു ഏറ്റവും കൂടുതൽ ദൂരം ചെന്ന് വീഴുന്നത് ഏത് കോണളവിൽ വിക്ഷേപിക്കുമ്പോഴാണ് എന്നൊരു ചോദ്യം. 45 ഡിഗ്രി കോണളവിൽ വിക്ഷേപിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ദൂരം ചെന്ന് വീഴുന്നത്. അല്ലെ? ജാവലിൻ എടുത്തിട്ട് എറിയുമ്പോൾ, നീരജ് ചോപ്ര ജാവലിൻ എടുത്ത് എറിയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഷോൾഡർ ലെവലിൽ നിന്ന് 45 ഡിഗ്രി ചെരിച്ച്, ഏകദേശം 45 ഡിഗ്രി ചെരിച്ചാണ് അദ്ദേഹം എറിയുന്നത്. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ ദൂരം ചെന്ന് വീഴുക. അതും ആ ഭാഗത്ത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വരുവാണ്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ അനുബന്ധ വിവരങ്ങളാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ ചോദ്യം, ഇതും സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ. ബലത്തിന്റെ യൂണിറ്റ് ഏത്? എല്ലാവർക്കും അറിയാം അല്ലെ? ഇത് തെറ്റിക്കുന്ന ആളുകൾ ഉണ്ടാവാൻ പാടില്ല, അങ്ങനെ ഞാൻ പറയാം. PSC എഴുതിയ ആളുകളൊക്കെ ഇത് ശരിയാക്കിയിട്ടുണ്ടാവണം. ബലത്തിന്റെ യൂണിറ്റ് എത്രയോ കാലമായിട്ട് കേൾക്കുന്നതാണ്. ന്യൂട്ടൺ. ബലത്തിന്റെ SI യൂണിറ്റ്, ബലത്തിന്റെ MKS യൂണിറ്റ്, ബലത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എങ്ങനെ ചോദിച്ചാലും എന്താണ്? ന്യൂട്ടനാണ്. ന്യൂട്ടൺ, N എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സൂചിപ്പിക്കും. ശരിയല്ലേ? ഇവിടെ പാസ്കൽ തന്നിട്ടുണ്ട്, ജൂള് തന്നിട്ടുണ്ട്, കലോറി തന്നിട്ടുണ്ട്. പാസ്കൽ എന്ന് പറയുന്നത് എന്തളക്കാനുള്ള യൂണിറ്റ്? മർദ്ദം അളക്കാനുള്ള യൂണിറ്റ് ആണ് പാസ്കൽ. ജൂൾ എന്ന് പറയുന്നത് എന്തളക്കാനുള്ളതാണ്? ജൂൾ എന്ന് പറയുന്നത് ഊർജം അളക്കാം, അല്ലെ? ഊർജം അളക്കാം, പ്രവൃത്തി അളക്കാം, ഇതിനൊക്കെ ജൂൾ ഉപയോഗിക്കാം. ഊർജം അളക്കുന്ന മറ്റൊരു യൂണിറ്റ് ആണ് കലോറി എന്ന് പറയുന്നത്. കലോറി 4.2 ജൂളാണ് ഒരു കലോറി എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ളതൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. ഇതിൽ നിന്ന് ന്യൂട്ടൺ ആണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇനി അഥവാ
ബലത്തിന്റെ CGS യൂണിറ്റ്, ബലത്തിന്റെ CGS യൂണിറ്റ് എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ അതറിയാമോ? ഡൈൻ ആണ്, ഡൈൻ. ബലത്തിന്റെ SI യൂണിറ്റ് ആണ് ന്യൂട്ടൺ, ബലത്തിന്റെ CGS യൂണിറ്റ് ഏതാണ്? ബലത്തിന്റെ യൂണിറ്റ് എന്ന് മാത്രം ചോദിച്ചാൽ ന്യൂട്ടൺ എടുക്കാം. ബലത്തിന്റെ മറ്റൊരു യൂണിറ്റ് ആണ് ഡൈൻ എന്ന് പറയുന്നത്. ഡൈൻ എന്ന് പറയുന്നത് CGS യൂണിറ്റ് ആണ്. CGS യൂണിറ്റ് 10⁵5 ഡൈൻ ആണ്. 10⁵5 ഡൈൻ ആണ് ഒരു ന്യൂട്ടൺ. ഈ ഒരു കണക്ഷൻ കൂടെ നോക്കിയിരിക്കുക. എവിടുന്ന ചോദ്യം വന്നിരിക്കുന്നത്? ഇത് വീണ്ടും SCERT ടെക്സ്റ്റ് ബുക്ക്, 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്, അടിസ്ഥാന ശാസ്ത്രം ടെക്സ്റ്റ് ബുക്ക്. 8ാം ക്ലാസ്സിൽ അടിസ്ഥാന ശാസ്ത്രമേ ഉള്ളൂ, ഊർജ്ജതന്ത്രം എന്ന് പറഞ്ഞ പ്രത്യേകം ഫിസിക്സ് ഇല്ല. ബലം എന്ന് പറയുന്ന ചാപ്റ്റർ 133ാമത്തെ പേജിൽ കൃത്യമായിട്ട് ന്യൂട്ടന്റെ വിവരണത്തോടുകൂടി ന്യൂട്ടന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ബലത്തിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, N എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടി എത്രയാണെന്ന് പറയുന്നുണ്ട്. 0.1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ കയ്യിൽ ഇങ്ങനെ താങ്ങി പിടിക്കുന്നു. 0.1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 100 ഗ്രാമാണ്. അപ്പൊ 100 ഗ്രാമുള്ള ഒരു ആപ്പിള് കയ്യിൽ എടുത്ത് പിടിക്കാൻ വേണ്ട ആ ബലമാണ് ഒരു ന്യൂട്ടൺ എന്ന് ഏകദേശം പറയുന്നുണ്ട്. അത് എങ്ങനെയാ വന്ന്? 0.1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ അത് മാസാണ്, മാസ് അല്ലെ? കയ്യിലെടുത്ത് ഇങ്ങനെ പിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അവിടെ ഗുരുത്വാകർഷണത്തിന് എതിരെ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ഗുരുത്വാകർഷണത്തിനെതിരെ പ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഗുരുത്വാകർഷണ ത്വരണം അനുഭവപ്പെടും. ഗുരുത്വാകർഷണ ത്വരണം 9.8 ആണ്. ബലം കാണാനുള്ള സമവാക്യം F = ma എന്നാണ്. F = ma എന്നുള്ളത് F = mg എന്ന് എഴുതാം. ഗുരുത്വാകർഷണ ത്വരണം എക്ക് പകരം g എഴുതാം. അപ്പൊ m × g എന്ത് കിട്ടും? 0.1 × 9.8. 9.8 എന്നുള്ളത് 10 എന്ന് റൗണ്ട് ചെയ്തെടുക്കാം. അപ്പൊ 0.1 × 10 എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. 1 ന്യൂട്ടൺ എന്ന ആൻസർ കിട്ടും. അപ്രോക്സിമേറ്റ്ലി, ഏകദേശം. ഒരു ഏകദേശം അളവ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു കണക്ക് പറയുന്നത്. ഇപ്പൊ ന്യൂട്ടൺ ആണ് ബലത്തിന്റെ യൂണിറ്റ്. ബലം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് അപ്പൊ ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ എന്തൊക്കെ വരും ബലം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന്? എന്താണ് ബലം, എന്താണ് ബലത്തിന്റെ വിവിധ യൂണിറ്റുകൾ എന്നൊക്കെ ചോദ്യം വരാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു 4 ബലങ്ങൾ പഠിക്കുന്നുണ്ട്. ആ ഭാഗത്ത് നിന്ന് ചോദ്യം പ്രതീക്ഷിക്കാം. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങൾ, ഫണ്ടമെന്റൽ ഫോഴ്സസ് ഓഫ് നാച്ചർ, 4 എണ്ണം. ഏതൊക്കെയാ? ഗുരുത്വാകർഷണ ബലം, വൈദ്യുത കാന്തിക ബലം, പ്രബല ആണവ ബലം, ക്ഷീണ ആണവ ബലം എന്നിങ്ങനെ 4 എണ്ണമാണുള്ളത്. പ്രബല ആണവ ബലം എന്താണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ക്ഷീണ ആണവ ബലം വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, അങ്ങനെ കേട്ടിട്ടുണ്ടാവും ചിലർ. ഈ 4 ബലങ്ങളാണ് പ്രകൃതിയിലുള്ള അടിസ്ഥാന ബലങ്ങൾ. ഈ 4 ബലങ്ങൾ ബലം കൂടി വരുന്ന ക്രമത്തിൽ പഠിക്കണം. ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ബലം ഏതാണ്, ഏറ്റവും കുറവുള്ളത് ഏതാണ് എന്നൊക്കെ ചോദ്യം പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രബലമായത് പ്രബല ആണവ ബലം തന്നെയാണ് അല്ലെ? ആ പേരിൽ തന്നെയുണ്ട്, പ്രബല ആണവ ബലമാണ് ഏറ്റവും പ്രബലം. അതിന് തൊട്ട് താഴെ വൈദ്യുത കാന്തിക ബലം, പിന്നെ ക്ഷീണ ആണവ ബലം, ഏറ്റവും താഴെ ഗുരുത്വാകർഷണം. ഗുരുത്വാകർഷണമാണ് ഇതിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം. ഈ 4 ബലങ്ങളിൽ അടിസ്ഥാന ബലങ്ങൾ, പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങൾ എന്നറിയപ്പെടുന്ന ഈ 4 ബലങ്ങളിൽ ഈ ഗുരുത്വാകർഷണ ബലത്തിനാണ് ഏറ്റവും ബലം കുറവ്. ഏറ്റവും കൂടുതൽ ഏതിനാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, പ്രബല ആണവ ബലത്തിനാണ് ഏറ്റവും ബലം കൂടുതൽ. അപ്പൊ ഇങ്ങനെ അടിസ്ഥാന ബലങ്ങൾ പഠിക്കണം. ഘർഷണ ബലം, ഘർഷണ ബലത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ആ ടോപ്പിക് ഒന്ന് ഓർമ്മിപ്പിക്കുവാണ്. ഘർഷണ ബലം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ അല്ലെ? ഒരു വസ്തുവും മറ്റൊരു വസ്തുവും തമ്മിൽ കൂട്ടി ഉരസുന്ന സമയത്ത് സമ്പർക്കത്തിലുള്ള ബലമാണ്, സമ്പർക്കത്തിലുള്ള വസ്തുക്കൾക്കിടയിൽ അനുഭവപ്പെടുന്ന ചലനത്തിനെതിരായ ബലമാണ് എന്തെന്ന് പറയുന്നത്? ഘർഷണ ബലം എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ ഗുരുത്വാകർഷണ ബലം, ഗുരുത്വാകർഷണ ബലം എന്താ? ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന, ഭൂമി ഒരു വസ്തുവിൽ കൊടുക്കുന്ന ബലമാണ് ഭൂഗുരുത്വാകർഷണം. ഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞാൽ മാസുള്ള ഏത് 2 വസ്തുക്കൾക്കിടയിലും അനുഭവപ്പെടുന്ന ആകർഷണ ബലമാണ് എന്ത്? ഗുരുത്വാകർഷണ ബലം. ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമമൊക്കെ അതിന്റെ കൂടെ പഠിക്കണം. ഓക്കെ. അന്തരീക്ഷ മർദ്ദം ബലവുമായിട്ട് ബന്ധപ്പെട്ട ടേമാണ്. അന്തരീക്ഷത്തിൽ അനുഭവപ്പെടുന്ന ബലത്തിന്റെ അളവാണ്, ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ബലത്തിന്റെ അളവാണ് അന്തരീക്ഷ മർദ്ദം. ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന, പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ബലമാണ് പ്രതല ബലം, സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. പ്രതല ബലത്തെ കുറിച്ച് ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണമാണ് കൊഹിഷൻ ബലം. വിവിധ ഇനം തന്മാത്രകൾ, വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണമാണ് അഡിഷൻ ബലം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇതൊന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. എന്താണ്? ഒഴുകിപ്പരക്കുന്ന ദ്രാവകത്തെ ഒഴുകാതെ തടയുന്ന ബലമാണ് വിസ്കസ് ബലം. ഒഴുകിപ്പരക്കുന്നത് തടയുന്ന ബലമാണ് എന്ത്? വിസ്കസ് ബലം എന്ന് പറയുന്നത്. തേന് വെള്ളത്തെ പോലെ ഒഴുകി പരക്കില്ല തറയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ. ആ ഒഴുക്ക് തടയുന്ന ബലമാണ് വിസ്കസ് ബലം എന്ന് പറയുന്നത്.
ഒരു വസ്തു വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാൽ അല്ലെങ്കിൽ ഒരു ദ്രാവകത്തിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ദ്രാവകം മുകളിലേക്ക് കൊടുക്കുന്ന ഒരു ബലമുണ്ട്. ആ ബലമാണ് എന്ത് പറയുന്നത്? പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ഓർമ്മയില്ലേ ഇതൊക്കെ? പ്ലവക്ഷമ ബലവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തത്വമാണ് ആർക്കിമിഡീസ് തത്വം. ആർക്കിമിഡീസ് ആണ് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലവും അവിടെ കവിഞ്ഞൊഴുകുന്ന വെള്ളവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ആർക്കിമിഡീസ് തത്വം. ഈ ആർക്കിമിഡീസ് തത്വത്തിനനുസരിച്ചിട്ടാണ് കപ്പൽ ഉണ്ടാക്കാൻ, ബോട്ട് ഉണ്ടാക്കാൻ, അങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി പ്ലവന തത്വം എന്ന് പറയുന്ന ഒരു തത്വം ഉണ്ടായത്. ഇതൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ എന്താണ് ബലം എന്ന് പറഞ്ഞാൽ? ഒരു വസ്തുവിനെ തള്ളുകയോ വലിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൽ ബലം പ്രയോഗിക്കപ്പെടുന്നു എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ ആകൃതിക്കോ വലുപ്പത്തിനോ വ്യാപ്തത്തിനോ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ ഒക്കെ മാറ്റം വരുത്താൻ എന്താണോ ആ വസ്തുവിൽ കൊടുക്കുന്നത് അതാണ് ബലം. അല്ലെ? ആകൃതിക്ക് മാറ്റം വരുത്താൻ അടിച്ച് ഷേപ്പ് മാറ്റുക എന്ന് പറയില്ല ആളുകൾ. ആകൃതിക്ക് മാറ്റം വരുത്തുക. അതല്ലെങ്കിൽ നമ്മൾ ഈ പൊറോട്ട മാവിന്റെ ഒക്കെ ആകൃതി മാറ്റം വരുത്തുന്നത് കണ്ടിട്ടുണ്ടോ? ഓരോ തവണ ബലം പ്രയോഗിക്കുമ്പോഴും ഓരോ ഷേപ്പിലേക്ക് മാറുക. അപ്പൊ ഇതൊക്കെ ബലത്തിന്റെ പണിയാണ്. ഇതിനൊക്കെ നമ്മൾ ആ വസ്തുവിൽ എന്താണോ കൊടുക്കുന്നത് അതാണ് ബലം. ബലത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം. എന്തൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ? ഇത്ര തവണ നമ്മൾ ആവർത്തിച്ചു. ഉയരം കൊണ്ട് ലഭ്യമാവുന്നത് സ്ഥിതികോർജം, സ്ഥാനം കൊണ്ട് ലഭ്യമാവുന്നത് സ്ഥിതികോർജം, ചലനം കൊണ്ട് ലഭ്യമാവുന്നത് ഗതികോർജം, പ്രവേഗം കൊണ്ട് ലഭ്യമാവുന്നത് ഗതികോർജം, വേഗത കൊണ്ട് ലഭ്യമാവുന്നത് ഗതികോർജം എന്ന് എത്രയോ തവണ നമ്മൾ നമ്മുടെ സെഷൻസിൽ ആവർത്തിച്ച് പറഞ്ഞതാണ്. ഒരു വസ്തുവിന്റെ ചലനം കൊണ്ട് ലഭ്യമാവുന്ന ഊർജമാണ് അതിന്റെ ഗതികോർജം എന്ന് പറയുന്നത്. സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ ആ ഒരു ടോപ്പിക് വീണ്ടും SCERT ടെക്സ്റ്റ് ബുക്ക്, പുതിയ ടെക്സ്റ്റ് ബുക്ക്, പഴയ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്, പുതിയ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. കാരണം ഈ ചാപ്റ്റർ ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. പ്രവൃത്തിയും ഊർജവും എന്ന് പറയുന്ന ചാപ്റ്റർ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് 116ാമത്തെ പേജിൽ ഇതാ ഇങ്ങനെ ചുഴലിക്കാറ്റിന്റെ ചിത്രമൊക്കെ കാണിച്ചിട്ട് ചലനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന ഊർജമാണ് ഗതികോർജം എന്ന് കൃത്യമായിട്ട് അവിടെ ബോക്സ് ഇട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ വെച്ച് സംസാരിച്ചിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സംശയമൊന്നുമില്ലല്ലോ. എന്തൊക്കെയുണ്ട് ആ ചാപ്റ്ററിൽ? വേറെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? ആ ചാപ്റ്ററിന് വളരെ കൃത്യമായ ഒരു ഓർഡർ ഉണ്ട്. എന്താണ് പ്രവൃത്തി എന്നാണ് ആദ്യം പഠിക്കുന്നത്. എന്താണ് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ? ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ബലത്തിന്റെ ദിശയിൽ അതിന് സ്ഥാനാന്തരം ഉണ്ടായാൽ അതാണ് പ്രവൃത്തി. പ്രവൃത്തി കാണാനുള്ള സമവാക്യം ബലം ഇൻറ്റു സ്ഥാനാന്തരം. അതിന്റെ യൂണിറ്റ് ജൂൾ ആണ് എന്നൊക്കെ അവിടെ പറഞ്ഞ് പഠിക്കുന്നു നമ്മൾ. ബലം ഇൻറ്റു സ്ഥാനാന്തരം പ്രവൃത്തി. അതിനുശേഷം നമ്മൾ ഊർജത്തിലേക്ക് വരുന്നു. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. നിർവചനം നോക്കണം. നിർവചനം ചോദ്യം വരാം. ഇപ്പൊ വന്നതിലൊക്കെ നിർവചനങ്ങളുണ്ട്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം എന്ന് പറയുന്നത്. ഊർജത്തിൽ രണ്ട് തരം ഊർജത്തിൽ യാന്ത്രികോർജത്തിൽ രണ്ട് തരം ഊർജമാണ് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നത്. ഗതികോർജവും സ്ഥിതികോർജവും. ശരിയല്ലേ? ഈ ഗതികോർജവും സ്ഥിതികോർജവും നമ്മൾ നോക്കുമ്പോൾ പ്രവൃത്തി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പ്രവൃത്തിയുടെ സമവാക്യം പറഞ്ഞു. യൂണിറ്റ് ജൂൾ ആണെന്ന് പറഞ്ഞു. ഊർജത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം എന്ന് നമ്മൾ പറഞ്ഞു. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ആണ് ഊർജത്തിന്. ജൂൾ എന്ന് പറയുന്ന യൂണിറ്റ് ആണ് ഊർജത്തിന് ഉപയോഗിക്കുന്നത്. കലോറി എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.2 ജൂളാണ്. ഓർക്കണം, ഒരു കലോറി 4.2 ജൂളാണ്. ഇതേ പ്രവൃത്തിക്ക് ഒരു CGS യൂണിറ്റ് ഉണ്ട്. പലപ്പോഴും ചോദ്യം വന്നിട്ടുണ്ട്. എർഗ് എന്നാണ് ആ യൂണിറ്റിന് പറയുന്നത്. CGS യൂണിറ്റ്. നേരത്തെ നമ്മൾ ബലത്തിന്റെ CGS യൂണിറ്റ് പറഞ്ഞില്ലേ? എന്താ ബലത്തിന്റെ CGS യൂണിറ്റ്? ഡൈൻ ആണ്. അതേപോലെ എനർജിക്ക് ഒരു CGS യൂണിറ്റ് ഉണ്ട്. എനർജി എന്ന് എഴുതുമ്പോൾ 3 അക്ഷരം അതിൽ നിന്ന് എടുത്തിട്ട് എർഗ് ഇങ്ങനെ മനസ്സിൽ വെച്ചുകൂടെ? എളുപ്പമല്ലേ? എർഗ്, ERG. ഒരു എർഗ് 10⁻⁻7 ജൂളാണ്. അഥവാ 10⁻7 ജൂള്, 10⁻7 എർഗ് ചേർന്നാലാണ് ഒരു ജൂള്. 10⁻7 എർഗ് ചേർന്നാലാണ് ഒരു ജൂളായിട്ട് മാറുന്നത്. ഇത് CGS യൂണിറ്റ് ആണ്. എർഗ്. ജൂള് SI യൂണിറ്റ് ആണ്. ശരി. രണ്ട് തരം ഊർജം എന്ന് പറഞ്ഞു. ഗതികോർജവും സ്ഥിതികോർജവും. ചലനം കൊണ്ടുവരുന്ന ഊർജം, വേഗത കൊണ്ടുണ്ടാകുന്ന ഊർജം, ഇതൊക്കെ എന്താണ്? ഗതികോർജം. ഗതികോർജത്തിന്റെ സമവാക്യമൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. 12 mv². എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഇത്. M എന്ന് പറഞ്ഞാൽ മാസ, V എന്ന് പറഞ്ഞാൽ പ്രവേഗം. വേറൊരു സമവാക്യം കൂടെ ഉണ്ട്. എന്താ? 12 p²/m. ഇതും കൂടെ ഒന്ന് കൂട്ടത്തിൽ അറിഞ്ഞിരിക്കുക. 12 p²/m. മുകളിലെ സമവാക്യത്തിൽ വെലോസിറ്റിയാണ് തന്നിരിക്കുന്ന, പ്രവേഗം. താഴത്തേതില് അതിന് പകരം P ആണ് തന്നിരിക്കുന്നത്. P എന്താണ്? ആക്കം. ചലിക്കുന്ന വസ്തുക്കൾക്ക് ആക്കം ഉണ്ടാവും. ആക്കത്തിന്റെ സമവാക്യം എന്താ? ആക്കത്തിന്റെ സമവാക്യം P = mv എന്നാണ്.
അപ്പൊ ആ പി സമം എം വി വെച്ചിട്ട് ഇവിടെ ഈ ഇക്വേഷനെ മാറ്റി എഴുതിയിരിക്കുന്നതാണ് ഹാഫ് പി സ്ക്വയർ ബൈ എം. ഇതും എന്താണ്? ഗതികോർജത്തിന്റെ സമവാക്യമാണ്. ആക്കം തന്നു കഴിഞ്ഞാൽ ഗതികോർജം കാണാനുള്ള സമവാക്യം. ആക്കവും മാസം തന്നാൽ, പ്രവേഗവും മാസം തന്നാൽ ഹാഫ് എം വി സ്ക്വയർ. ഇങ്ങനെ രണ്ട് സമവാക്യം. സ്ഥിതികോർജത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട്, അതിന്റെ സ്ഥിതി കൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഉയരം കൊണ്ടൊക്കെ കിട്ടുന്നതാണ് എന്ത്? സ്ഥിതികോർജം എന്ന് പറയുന്നത്. ഉയരത്തിലിരിക്കുന്ന വസ്തുവിന് സ്ഥിതികോർജമുണ്ട്. അങ്ങനെ ഉയരം h ആണെങ്കിൽ അവിടെയുള്ള ഗുരുത്വാകർഷണ ത്വരണം g ആണെങ്കിൽ, വസ്തുവിന്റെ മാസ് m ആണെങ്കിൽ ആ സ്ഥിതികോർജം കാണാനുള്ള സമവാക്യമാണ് mgh. ഇതും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ശരിയല്ലേ? അപ്പൊ പ്രവൃത്തി, ഊർജം, ഊർജത്തിൽ രണ്ട് ഊർജം, സ്ഥിതികോർജവും ഗതികോർജവും. പിന്നെയാണ് ഏറ്റവും അവസാനം പവർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിക്കുന്നത്. ഇതിന്റെ നിർവചനം ഇമ്പോർട്ടന്റ് ആണ്. എന്താ നിർവചനം പറയുന്നത്? യൂണിറ്റ് സമയത്ത് ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ പ്രവൃത്തിയുടെ നിരക്ക്. വളരെ സിമ്പിൾ. പ്രവൃത്തിയുടെ നിരക്ക്. പ്രവൃത്തി എന്നുള്ളത് ഒരു ടൈപ്പിംഗ് എറർ ആണ് കേട്ടോ. പ്രവൃത്തി എന്ന് തന്നെയാണ് വേണ്ടത്. പ്രവൃത്തി അഡ്ജസ്റ്റ് ചെയ്ത് വായിക്കുമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ശരി. ഈ പ്രവൃത്തി ബൈ സമയം എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയുടെ നിരക്ക്, സിമ്പിൾ ആയിട്ട്. അല്ലെങ്കിൽ യൂണിറ്റ് സമയത്ത് നടന്ന പ്രവൃത്തി, അല്ലെങ്കിൽ യൂണിറ്റ് സമയത്ത് ഉൽപ്പാദിപ്പിച്ച ഊർജം, അങ്ങനെയും പറയാം. കാരണം പ്രവൃത്തി തന്നെയാണ് ഊർജം. ഊർജമാണ് പ്രവൃത്തിയായിട്ട് മാറുന്നത്. രണ്ടിനും ഒരേ യൂണിറ്റ് ആണ്. യൂണിറ്റ് സമയത്ത് ഉൽപ്പാദിപ്പിച്ച ഊർജം എന്നോ, യൂണിറ്റ് സമയത്ത് നടന്ന പ്രവൃത്തി എന്നോ, പ്രവൃത്തിയുടെ നിരക്കെന്നോ ഒക്കെ പറഞ്ഞാൽ പവർ ആണ്. പവറിന്റെ യൂണിറ്റ് വാട്ട്സ് ആണ്. പവറിന്റെ യൂണിറ്റ് വാട്ട്സ് ആണ്. ഓർത്ത് വെക്കുക. 746 വാട്ട്സ് ആണ്. 746 വാട്ട്സ് ആണ് ഒരു ഹോഴ്സ് പവർ, ഒരു HP. ഇത് ചോദിച്ചിട്ടുണ്ട്, പലപ്പോഴും ചോദ്യം വന്നിട്ടുണ്ട്. ഒരു HP എന്ന് പറഞ്ഞാൽ, ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ, ഹോഴ്സ് പവർ എന്ന് പറയുന്നത് വലിയ വലിയ മെഷീൻസിന്റെ ഒക്കെ പവർ പറയാൻ ഉപയോഗിക്കുന്ന ഒരു പ്രാക്ടിക്കൽ യൂണിറ്റ് ആണ്. ഒരു HP എന്ന് പറഞ്ഞാൽ 746 വാട്ടാ. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നാലാമത്തെ ചോദ്യം, 10th പ്രിലിംസ് സെക്കൻഡ് സ്റ്റേജിലെ നാലാമത്തെ ഫിസിക്സിലെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത്? ഗ്രീൻ എനർജി അല്ലാത്തത് ഏത്? സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ് വീണ്ടും, അല്ലെ? ഗ്രീൻ എനർജി, ബ്രൗൺ എനർജി നമ്മൾ വിശദമായിട്ട് ഊർജ പരിപാലനം എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഊർജ സ്രോതസ്സുകളെയും കുറിച്ച് പറയുമ്പോൾ അപ്പൊ നമ്മൾ പറയുന്നുണ്ട് ഇത് ഗ്രീൻ എനർജിയാണ്, ഇത് ബ്രൗൺ എനർജിയാണ്, ഇത് പുനർനിർമ്മിക്കാൻ പറ്റും, ഇത് പുനർനിർമ്മിക്കാൻ പറ്റില്ല, ഇത് പാരമ്പര്യമാണ്, ഇത് പാരമ്പര്യേതരമാണ്. ഈ വാക്കുകളൊക്കെ ഓർമ്മയുണ്ടോ? അത് പറയുമ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഇത് ചോദ്യമായിട്ട് വരുമെന്ന്. ഇതേ വന്നിരിക്കുന്നു. താഴെ തന്നിരിക്കുന്നത് ഗ്രീൻ എനർജി അല്ലാത്തത് ഏത്? ഗ്രീൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിൽ വരേണ്ട? പച്ച, ഹരിതോർജം. എന്താ? പുനർനിർമ്മിക്കാൻ പറ്റും, പ്രകൃതിക്ക് വലിയ ദോഷമൊന്നുമില്ല, പാരമ്പര്യേതരമായിരിക്കും. പാരമ്പര്യമായിരിക്കില്ല, പാരമ്പര്യേതരമായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ സൗരോർജം ഗ്രീൻ ആണ്, പ്രശ്നമൊന്നുമില്ല പ്രകൃതിക്ക്. കാറ്റിൽ നിന്ന് ഊർജം ഗ്രീൻ എനർജിയാ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ വെള്ളത്തിൽ നിന്ന് ഗ്രീൻ ആണ്. പ്രകൃതിക്ക് ദോഷമുള്ള ആളാരാ? പുനർനിർമ്മിക്കാൻ പറ്റാത്തതാരാ? ഉപയോഗിച്ചാൽ തീർന്നു പോകുന്നതാരാ? അറ്റോമിക് റിയാക്ടറുകളുടെ ഊർജം. അറ്റോമിക് റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? യുറേനിയം പോലെയുള്ള ഇന്ധനങ്ങൾ ഉപയോഗിക്കും തോറും തീർന്നു പോകും. അപ്പൊ ഇതാണ് നമ്മുടെ ശരി ഉത്തരം, യാതൊരു സംശയവും ഇല്ല. ഇതും SCERT ടെക്സ്റ്റ് ബുക്ക്, 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ഊർജ പരിപാലനം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഹരിതോർജം എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഹരിതോർജത്തിന്റെ മറ്റൊരു വാക്കാണ് ക്ലീൻ എനർജി. ഗ്രീൻ എനർജിക്ക് പറയുന്ന മറ്റൊരു വാക്കാണ് ക്ലീൻ എനർജി. സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം, ബയോമാസിൽ നിന്നുള്ള ഊർജം, ഇങ്ങനെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളെയൊക്കെ, ഉപയോഗിച്ചാൽ തീർന്നു പോവാത്ത പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളെയൊക്കെ പറയുന്ന പേരാണ് ഗ്രീൻ എനർജി. അതല്ലാത്തവരെ പറയുന്ന പേരുണ്ട് ബ്രൗൺ എനർജി. അപ്പൊ ഇപ്പൊ പറഞ്ഞ ന്യൂക്ലിയർ ഊർജം, അല്ലെ, നമ്മുടെ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത്, അതേപോലെ പെട്രോളിയം കത്തിക്കുന്നത്, ഇതൊക്കെ ബ്രൗൺ എനർജിയിൽ വരുന്നതാണ്. അത് പരിസ്ഥിതിക്ക് പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ഊർജ്ജ പരിപാലനത്തിൽ ഇത്രയും എനർജി, ഇത്രയും ഊർജ്ജ രൂപങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഓർമ്മിപ്പിക്കുവാണ്. ഇന്ധനങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ ഊർജ്ജ സ്രോതസ്സുകളുടെ പ്രധാനമാണ് ഇന്ധനങ്ങൾ. ഇന്ധനങ്ങളിൽ പറയുന്ന ആളുകൾ അതിൽ ഹൈഡ്രജൻ ഒഴികെ ബാക്കിയെല്ലാം ഉപയോഗിക്കും തോറും തീർന്നു പോകുന്നതാണ്. അപ്പൊ ഹൈഡ്രജൻ തീർന്നു പോവില്ലേ? ഹൈഡ്രജൻ ഭയങ്കരമായിട്ട് അവൈലബിൾ ആണ്. അതാണ്, വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജൻ വേർതിരിക്കാം. അപ്പൊ മറ്റുള്ളവരെ പോലെ പെട്ടെന്ന് തീർന്നു പോവില്ല. അപ്പൊ ബാക്കി ആളുകളൊക്കെ എന്താണ്? പെട്ടെന്ന് തീർന്നു പോകുന്ന പാരമ്പര്യ ഊർജ സ്രോതസ്സിൽപ്പെട്ടവരാണ്. ബയോമാസ്, വിറകൊക്കെ. ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുമ്പോൾ കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. ആ പ്രകൃതിവാതകത്തിൽ വരുന്നതാണ് CNG, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, LNG, LPG ഒക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കെമിസ്ട്രിയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് LPGയിലെ പ്രധാന ഘടകം ഏത്? അത് കെമിസ്ട്രി എന്ന് മാത്രമല്ല, അത് ഫിസിക്സിലെ ചോദ്യമായിട്ടും കണക്കാക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്.
ഒരു ചോദ്യം ഫിസിക്സിൻ്റെതാണെന്ന് ഫിസിക്സിനും കെമിസ്ട്രിയുടേതാണെന്ന് കെമിസ്ട്രിക്കും പറയാവുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. LPGയിലെ പ്രധാന ഘടകം LPG എന്ന് പറയുന്നത് ബ്യൂട്ടൈനും പ്രൊപ്പൈനുമാണ്. അതിൽ ബ്യൂട്ടൈൻ ആണ് പ്രധാന ഘടകം, ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ബ്യൂട്ടൈൻ ആണ്. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. CNGയിലും LNGയിലും കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസും ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിലും അടങ്ങിയിരിക്കുന്നത് മീഥെയ്ൻ ആണ്, മീഥെയ്ൻ. അതേസമയം LPGയിൽ അടങ്ങിയിരിക്കുന്ന ആരാണ്? ബ്യൂട്ടൈനും പ്രൊപ്പൈനുമാണ്. അതിൽ തന്നെ ബ്യൂട്ടൈൻ ആണ് ഏറ്റവും കൂടുതൽ. LPGയിലെ പ്രധാന ഘടകം ഏത് എന്നായിരുന്നു ചോദ്യം. ഓക്കെ, ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ആരാണ്? ഹൈഡ്രജൻ ആണ്. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ കലോറി ഊർജം പുറപ്പെടുവിക്കാൻ പറ്റുന്നത് ആർക്കാണ്? ഹൈഡ്രജൻ ആണ്. ഓക്കെ, അതേപോലെ നമ്മൾ വിവിധ ഊർജ്ജ സ്രോതസ്സുകൾ, ജലവൈദ്യുത നിലയം, താപവൈദ്യുത നിലയം, സൗരോർജം, കാറ്റിൽ നിന്ന് വൈദ്യുതി, കടലിൽ നിന്ന് വൈദ്യുതി, ജിയോ തെർമൽ ഊർജം, ആണവോർജം എന്നിവയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആണവോർജത്തിൽ ന്യൂക്ലിയർ റിയാക്ടറുകൾ, അതിന്റെ പ്രവർത്തനമൊക്കെ നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യുക അടുത്ത പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നോടിയായി. ഈ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെ നന്നായിട്ട് നോക്കി പോവുക. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ പൊതുവെ കാലങ്ങളായിട്ട് ഉപയോഗിക്കപ്പെടുന്നതും ഉപയോഗിക്കും തോറും തീർന്നു പോകുന്നവരുമാണ്. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം, ന്യൂക്ലിയർ ഊർജം തുടങ്ങിയവയൊക്കെ അങ്ങനെയാണ്, ഉപയോഗിക്കും തോറും തീർന്നു പോകും. ഇവരെയാണ് പൊതുവെ ബ്രൗൺ എനർജി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ, ഇന്ന് പുതിയ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ നിർമ്മിക്കുന്ന ഊർജം, സൗരോർജം, കാറ്റിൽ നിന്ന്, തിരമാലയിൽ നിന്ന് ഒക്കെ, ജിയോ തെർമൽ എനർജി, ജൈവവാതകങ്ങളിൽ നിന്നുള്ള ഊർജം, ഇതൊക്കെ ഗ്രീൻ എനർജിയാണ്, പുതിയ ഊർജോൽപാദന മാർഗങ്ങളാണ്. ഇത് പ്രകൃതിക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കില്ല, ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തീർന്നു പോവില്ല. അത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, 80ാമത്തെ അഥവാ അവസാനത്തെ ഫിസിക്സിലെ ചോദ്യം. ശബ്ദം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന്, കടലിന്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗമേത്? അല്ലെ, ആ ശബ്ദം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നമ്മൾ എത്രയോ തവണ പറഞ്ഞിരിക്കുന്ന ഒരു ചോദ്യം, ഊന്നി പറഞ്ഞ ചോദ്യം. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചാണ് സോണാർ പ്രവർത്തിക്കുന്നത്. സോണാർ എന്ന് പറഞ്ഞാൽ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്ന് പറയുന്ന ഉപകരണമാണ്. വെളിച്ചം കടന്നു ചെല്ലാത്ത സ്ഥലങ്ങളിൽ ശബ്ദം കടത്തി വിട്ടിട്ട് മുന്നിലുള്ള തടസ്സങ്ങൾ കണ്ടുപിടിക്കുന്നതിനാണ് സോണാർ ടെക്നോളജി ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ പ്രകൃതിയിലെ ഒരു ജീവിയിൽ നിന്ന് കടം കൊണ്ടതാണ്. ഈ ടെക്നോളജി പ്രകൃതിയിലുള്ള ഒരു ജീവിയിൽ നിന്ന് നമ്മൾ കടമെടുത്തതാണ്. ആരിൽ നിന്നാണ്? വവ്വാലിൽ നിന്ന്. അല്ലെ, കണ്ണ് കാണാത്ത വവ്വാൽ ഈ സോണാർ ടെക്നോളജി സ്വന്തമായിട്ട് ശരീരത്തിലുള്ള ആളാണ്. അയാൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചാണ് ചലിക്കുന്നത്. രാത്രിയൊക്കെ ഇറങ്ങി നടക്കുന്നതാണ് സുഖമായിട്ട്. ഈ അൾട്രാസോണിക് തരംഗം ഒരിടത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് അത് തട്ടി തിരിച്ചു വരുമ്പോൾ അതിന്റെ തലച്ചോറിൽ വെച്ച് പ്രോസസ് ചെയ്തിട്ട് എത്ര ദൂരെയാണ് തടസ്സം എന്ന് കണ്ടെത്തിയാണ് ആര് സഞ്ചരിക്കുന്നത്? വവ്വാല് സഞ്ചരിക്കുന്നത്. ആ വവ്വാലിന്റെ ടെക്നോളജിയാണ് സോണാർ എന്നൊക്കെ പറഞ്ഞ് ഇതേ ഉദാഹരണം വെച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ചോദ്യം വന്നിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് പേജ് 272, ശബ്ദം എന്ന് പറയുന്ന ചാപ്റ്റർ. സോണാർ ഉപകരണത്തിന്റെ ചിത്രമൊക്കെ തന്നിട്ട് ആ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമ്മൾ ഇതേ ചിത്രം എടുത്തിട്ടാണ് നമ്മുടെ ക്ലാസ് എടുത്തിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഈ ചിത്രം അതേപോലെ അടിച്ചു മാറ്റി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അൾട്രാസോണിക് തരംഗങ്ങളുടെ ഉപയോഗത്തിൽ പെടുന്നതാണ് സോണാർ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. വൈദ്യശാസ്ത്രത്തിനും രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഒക്കെ, അല്ലെ, കല്ല് പൊടിച്ചു കളയാനൊക്കെ, കിഡ്നിയിലെ സ്റ്റോൺ പൊടിച്ചു കളയാനൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇൻഫ്രാസോണിക് ശബ്ദം, അൾട്രാസോണിക് ശബ്ദം എന്ന് പറഞ്ഞ് രണ്ടെണ്ണം നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. മനുഷ്യന് കേൾക്കാവുന്ന ശബ്ദത്തെ, മനുഷ്യന്റെ ശ്രവണ സാധ്യമായ ശബ്ദത്തെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? നമ്മുടെ ഓഡിബിൾ റേഞ്ച്, നമ്മുടെ ശ്രവണ ശേഷി എന്ന് പറയും. 20 ഹേർട്സ് മുതൽ 20,000 ഹേർട്സ് വരെ. 20 ഹേർട്സിന് താഴെയുള്ളതാണ് ഇൻഫ്രാസോണിക്, 20,000 ഹേർട്സിന് മുകളിലുള്ളതാണ് അൾട്രാസോണിക് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നു. കഴിഞ്ഞ തവണ ഒരു ചോദ്യം വന്നത്, ഭൂകമ്പ തരംഗങ്ങൾ ഏത് തരം തരംഗമാണ് എന്നായിരുന്നു. അതേതാണ്? ഇൻഫ്രാസോണിക് ആണ്. ഇപ്പൊ നമുക്ക് ചോദ്യം വന്നത് സോണാറിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? അൾട്രാസോണിക് ആണ് എന്നുള്ളതാണ്. വവ്വാൽ ഉണ്ടാക്കുന്ന ശബ്ദം ഏതാണ്? അൾട്രാസോണിക് ആണ്. ആനയ്ക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദം ഏതാണ്? ആനയ്ക്ക് നമ്മുടെ ശബ്ദവും കേൾക്കാം, പിന്നെ ഇൻഫ്രാസോണിക് ശബ്ദവും കേൾക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ ഒരു അപ്ലിക്കേഷൻ, ഇൻഫ്രാസോണിക്കിന്റെയും അൾട്രാസോണിക്കിന്റെയും അപ്ലിക്കേഷൻ ഒന്ന് നോക്കി പഠിക്കുക. അവിടെ നിന്ന് ചോദ്യം വരാം. ഗാൾട്ടൺ വിസിൽ എന്ന് പറയുന്നത് ഡോഗ് വിസിൽ എന്നൊക്കെ പറയുന്ന ഉപകരണമാണ്. പട്ടികൾക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന ശബ്ദം 30,000 ഹേർട്സ് ആണ്. നമുക്ക് കേൾക്കില്ല, പക്ഷെ പട്ടികളെ ട്രെയിൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് ഈ 30,000 ഹേർട്സ് ഒക്കെയുള്ള ഗാൾട്ടൺ വിസിലുകളാണ്. വവ്വാലുകളെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഭൂകമ്പങ്ങൾ ഉണ്ടാവുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ് ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കുക ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ
5 ചോദ്യങ്ങൾ, 5 ചോദ്യങ്ങളും ഡയറക്റ്റ് ആൻഡ് സിമ്പിൾ ആയിരുന്നു. ഇങ്ങനെ ചോദിച്ചാൽ വളരെ നല്ലത്. എന്നാൽ കുറച്ചും കൂടെ ഒരു അടുത്ത ലെവലിലുള്ള ചോദ്യം കൂടെ പ്രതീക്ഷിച്ച് തന്നെ പഠിച്ച് തയ്യാറായി പോവുക. ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ. സന്തോഷ് സേതുമാധവൻ സൈനിങ് ഓഫ് ദിസ് ടൈം ഓൺ ബിഹാഫ് ഓഫ് ഹെൻറി. താങ്ക് യു വെരി മച്ച്.